അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ മൂന്നാറിന്ന് വട്ടവട പോണ വഴി വട്ടവടേക്കുള്ള എൻട്രൻസിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ വട്ടവടയിലേക്കുള്ള യാത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സമയം ഏകദേശം 6 മണി കഴിഞ്ഞു. നമ്മൾ മണ്ണാർക്കാട് എത്തുന്നതിന് മുന്നേ ഒരു CNG പമ്പ് കിട്ടിയിട്ട് നമുക്ക് CNG ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യാത്രയിൽ നമ്മോടൊപ്പം ഉള്ളത് ഉമേഷും അതേപോലെ തന്നെ പ്രമോദും കൂടെ കേട്ടോ. അപ്പോൾ ഉമേഷിന് ഡ്രൈവിംഗ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം അവർ നോക്കിക്കോളും. അത് നമ്മൾ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെയുള്ള ഏതോ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴിയിലൂടെ ഏതൊക്കെ ചെറിയ പോക്കറ്റോടെ കൂടെ ഇങ്ങനെ പോകും കേട്ടോ. ഫുള്ള് തമിഴ്നാടിന്റെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഫുള്ള് കൃഷിത്തോട്ടങ്ങളും കുറെ തെങ്ങിൻ തോട്ടങ്ങളും. നമ്മളെ പുറമുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണെങ്കിൽ റോഡിന്റെ അവസ്ഥ ഭയങ്കര മോശം. കനാലല്ല, കോറിയാണ്. പാറ പൊട്ടിച്ച് വെള്ളം കണ്ട് അങ്ങനെ കുറച്ച് ഓഫ് റോഡ് കഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ നല്ല റോഡിലേക്ക് എത്തി കേട്ടോ. റോഡ് വീതി കുറവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. കുറെ റൈഡേഴ്സ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ശനിയാഴ്ച കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവാൻ ഒരു സാധ്യത കാണും. തമിഴ്നാട്ടിൽ ഈ റോഡുകൾക്കൊരു പ്രത്യേകതയായിട്ട് ഈ രണ്ട് സൈഡിലുള്ള പുളിമരങ്ങൾ യാത്രക്കാർക്ക് നല്ലൊരു തണലേക്കുന്നൊരു കാഴ്ച തന്നെയാണിത്. അങ്ങനെ നമ്മൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇനി അണ്ണാമലൈ ടൈഗർ റിസർവ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മളെ വണ്ടീൻ്റെ നമ്പറും പേരും പറഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ഒക്കെ കൊടുത്ത് ഒരു 50 രൂപ എൻട്രൻസ് ഫീയും കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കിടക്കാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ അണ്ണാമലൈ ടൈഗർ റിസർവ് കേന്ദ്രത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏത് നിമിഷം ആനേനെ ഇതൊക്കെ കാണാനാണ് അവിടെ ബോർഡുമലൊക്കെ എഴുതിച്ചുള്ളത്. നല്ല ചൂടുള്ള ആനപ്പിണ്ടും ഉണ്ട്. കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ട് മറയും ഒരു ചെക്ക് പോസ്റ്റ്. നമ്മളാണ് ചെല്ലുമ്പോ തരില്ലേ. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇപ്പൊ നമ്മൾ അണ്ണാമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചിന്നാർ വൈൽഡ് ലൈഫ് കണ്ട പോകുന്നുണ്ടോ. മറയൂർ ഗ്രാമപഞ്ചായത്ത് കുമാനം വെള്ളച്ചാട്ടം വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇതിൽ വെള്ളച്ചാട്ടമൊക്കെ കാണാം. അപ്പൊ അങ്ങനെ നമ്മുടെ മൂന്നാർ യാത്രയിൽ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കഴിഞ്ഞ് ഒരു നല്ലൊരു വൈബ് സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാണ്ട് നമ്മള് യാത്രയിൽ ചെറിയ ക്ഷീണം കാര്യങ്ങളും വണ്ടിക്കും വരണ്ട നമുക്ക് വരണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ സൈഡാക്കിയിരിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി മലനിരകളും ചെറിയൊരു വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം വളരെ വലിയൊരു വെള്ളച്ചാട്ടമാണെങ്കിൽ നമ്മൾ ലോങ്ങിൽ നിന്ന് കാണാണ്ട് തീരെ ചെറുതായിട്ടാണ് നമുക്ക് കാണാം. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ ബൈക്ക് റൈഡേഴ്സിനെ കണ്ടുപിടിച്ചിട്ടോ. നല്ല രസം വേറെ യാത്ര കാണാൻ ഒത്തൊരുമിച്ചുള്ളൊരു അടിപൊളി വൈബ് യാത്ര. നമുക്കടുത്ത് ഇതേമാതിരി ഒന്ന് പ്ലാൻ ചെയ്യണം. യാത്രക്കിടയിൽ നമ്മളെ ചായ അടിക്കാൻ നിർത്തിയിട്ടുള്ള ഈ കരിമുട്ടി പാലത്തിൻ്റെ അടുത്തുള്ളൊരു കടയിലാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട്. കുന്നിൻ മലകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം. ഞാനവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഫ്രഷായി. പോലീസ് എസ്കോർട്ടോട് കൂടി ഉണ്ടോ നമ്മളെ പോക്ക്. അപ്പൊ അങ്ങനെ നമ്മളെ മൂന്നാർ യാത്രയില് നമ്മൾ മറയൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. പ്രകൃതിദത്തമായ ചന്ദനക്കാടുകളുള്ള കേരളത്തിലെ ഏക പ്രദേശമാണ് കേട്ടോ നമ്മളെ ഈ മറയൂര്. ഇപ്പൊ ഇവിടെ കാണാൻ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ടല്ലോ. ഇവിടുന്ന് നമുക്ക് ചന്ദനത്തിന്റെ തൈകളൊക്കെ കിട്ടും ആ ഒരു സ്ഥലത്ത്. അപ്പോ അവിടുന്ന് നമുക്ക് ചന്ദന തൈകള് ഇവിടെ വിൽപ്പനയ്ക്കുള്ള ബോർഡൊക്കെ ഉണ്ട്. നമ്മൾ മേടിച്ചിട്ട് നമ്മളെ വീട്ടിൽ കുഴിച്ചിട്ടുണ്ട് വളർത്തിണ്ടാക്കി വെട്ടി വിൽക്കാം. നല്ല പൈസ കിട്ടും. പക്ഷെ കുറച്ച് അതില് എന്തോ ടാക്സും കാര്യങ്ങളൊക്കെ സർക്കാർ തന്നെ കൊടുക്കണം കേട്ടോ. അങ്ങനെ മറയൂർ ഫോറസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ചെക്ക് പോസ്റ്റിൽ വീണ്ടും നമ്മളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ നമ്മളെ വണ്ടീൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ബാക്ക് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് ഈ വണ്ടീൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ കറക്റ്റ് എങ്ങനെ കാര്യങ്ങൾ ഫുഡൊക്കെ എതുങ്ങനെ ഉണ്ടാക്കുകയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. നല്ല രീതിയിലുള്ളൊരു പെരുമാറ്റം തന്നെ ഉണ്ടാവരുത്.
അങ്ങനെ നമ്മളെ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ കയറിയിട്ട് നമ്മളെ വണ്ടിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു നോക്കണം. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പേരും വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് മൂന്നാറിലെ തേയിലത്തോട്ടത്തിൻ്റെ സെൻറ്ററിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി റോഡും നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളെ യാത്രക്കിടയിൽ 2 സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടോ. നമ്മൾ ഫോളോവറാണെന്നാണ് പറഞ്ഞിട്ട്. നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. നല്ല എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ട വീഡിയോസ് ഒക്കെ? സെറ്റല്ലേ? പേരെന്തായിരുന്നു? കേൾക്കാത്ത പേര്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് സെറ്റാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഫുഡ് ഉണ്ടാക്കാണ്ട വണ്ടി ഇങ്ങനെ അവിടെ സൈഡാക്കിയിട്ട് ചിക്കൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പതിവ് പോലെ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്നുണ്ടാക്കി കഴിക്കാന്നുള്ള പ്ലാനിൽ. ഇവിടെ എത്ര കിലോന്? 230 അല്ലേ? മേടിച്ചിട്ട് അത് പോണ വഴിക്ക് ഒരു ഗ്യാപ്പ് കിട്ടി അവിടെ സെറ്റാക്കി ഉണ്ടാക്കണം. നമ്മളെ പണ്ടത്തെ അടിപൊളി ഒരു മുതലാണ് ഈ വരുന്നത് കേട്ടോ. ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവ് കൂടെ വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണിത്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം പാചകം ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു അടിപൊളി വൈബ് പ്ലേസ് തന്നെയാണ് കേട്ടത്. നല്ല വെള്ളമൊക്കെ നമ്മളെ ഫ്രീസറിൽ വെച്ച പോലെ. നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഓഫ് ആകണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു സംഭവം കൂടെ അല്ലെങ്കിൽ നമ്മളെ കുക്കിംഗ് നടക്കില്ല. ആണല്ലേ? കാന്തല്ലൂരും പോവാ. ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് വണ്ടി ഇങ്ങോട്ട് ചെരിഞ്ഞാൽ നിൽക്കണം. തൈരും പറഞ്ഞ് മല്ലിപ്പൊടി മസാലപ്പൊടി ഇട്ട് ചിക്കനാണെങ്കിൽ അങ്ങനെ നമ്മളെ മൂന്നാർ വട്ടവട യാത്രക്കിടയിൽ ഒരു അടിപൊളി ഒരു അന്തരീക്ഷം, ഒരു വൈബ് സ്ഥലത്താണ് നമുക്ക് ഇന്ന് പാചകം ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടിയുള്ളത്. കുറെ നേരം നമ്മൾ തെരഞ്ഞ് നടന്നെങ്കിലും നമുക്ക് വെള്ളത്തിനുള്ള ഒരു ചെറിയ സൗകര്യം ഇവിടെ ഉണ്ട്. അതിൽ ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ സെറ്റപ്പ് അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളെ വണ്ടിയിൽ ഇതാ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ
അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എന്ന് ഈ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ആവും, വല്ലാതെ കേടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നെയ്ച്ചോറ് ഇവിടെ റെഡിയാണ്. ചിക്കൻ കറി ഇതാ ഇവിടെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും കഴിക്കാം. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ വീണ്ടും യാത്ര തുടങ്ങിട്ടോ. അങ്ങനെ കഴിഞ്ഞേക്കിന് അപ്പത്തിന് മഴയും പെയ്തു. നല്ല ടൈമിങ്, കറക്റ്റ് ടൈമിങ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് മൂന്നാർ എത്തിട്ടോ. മൂന്നാറിന്ന് ഞങ്ങള് ഏകദേശം എന്താ വട്ടവടക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ നമ്മളെ മൂന്നാറിന്ന് വട്ടവട റൂട്ടിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളിപ്പോ വട്ടവട, കുണ്ടള, ടോപ്പ് സ്റ്റേഷൻ എല്ലാം ഈ റൂട്ട് തന്നെയാണ് കേട്ടോ. മാട്ടുപ്പെട്ടി ഡാമൊക്കെ കവർ ചെയ്തിട്ട് അങ്ങനെ നേരെ വട്ടവട പോകാന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ. സമയം ഏകദേശം 3:30-4 മണിയായി. അപ്പൊ അങ്ങനെ നമ്മൾ മൂന്നാർ മാട്ടുപ്പെട്ടി എത്തിട്ടോ. ഇവിടെ ഇന്ന് വീക്കെൻഡ് ആയിട്ടാണ് തോന്നുന്നത്. ഫുള്ള് ബ്ലോക്കാണ്. വണ്ടി ഇങ്ങനെ നല്ല അരിച്ചരിച്ച് പോണുള്ളൂ. ഇവിടെ മാട്ടുപ്പെട്ടി ഡാം കവർ ചെയ്യാം. അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു ആനക്കുളമുണ്ടല്ലോ, ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം, അവിടെ പോവാ. ജസ്റ്റ് അവിടെ നിന്ന് നേരെ വട്ടവട പിടിക്കുക. അതാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ നമ്മളിന്ന് വട്ടവട സ്റ്റേ ചെയ്യാന്നാണ് കേട്ടോ പ്ലാൻ ചെയ്യണത്. മൂന്നാറിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ മാട്ടുപ്പെട്ടി ഡാം വരുന്നത്. ഇവിടെയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളും, പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ ഒരു പുൽമേട്ടിൽ ആന മേണത് കാണാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. പക്ഷെ ഇവിടെ ആനയെ കാണുന്നില്ല. അതൊരു ഭാഗ്യം പോലെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇത് നമ്മളെ മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. നല്ല അടിപൊളി ഒരു പ്രദേശം. വണ്ടി സൈഡൊക്കെ ഒരു പാർക്കിംഗ് അല്ലോ. ചെക്കന്മാരൊക്കെ നല്ല പൊള്ളി വൈബാട്ടോ. നല്ല ആഘോഷം ആവേശമായിട്ട് ഇങ്ങനെ അവർ ട്രിപ്പ് എൻജോയ് ചെയ്യണം. അങ്ങനെ എല്ലാവർക്കും ഒന്ന് വെടി വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെടിക്ക് ഏകദേശം 10 രൂപയുണ്ട്. ഈ എയർ ഗൺ ഉപയോഗിച്ചിട്ട് ഈ ബലൂണ് പൊട്ടിക്കുന്ന ഈ പരിപാടിക്ക്. അങ്ങനെ ഞങ്ങൾ 3 പേരും 2ഉം 3ഉം വെടി വീതം വെച്ച് വീഴ്ത്തി. ആരെയും കൊള്ളിക്കോ? അതാണ് പ്രശ്നം. ഇത് പൊട്ടിക്കോ? ഓനെ കൊള്ളാഞ്ഞാ മതിയെന്നു. ഈ റോഡ് ഫുള്ള് വളവും തിരിവൊക്കെ കൊണ്ട് നല്ല ഓണടിച്ച് നല്ല ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് പോകണം. പക്ഷെ എതിരെ വരുന്ന വണ്ടികളൊന്നും ഒരു ഓണ് പോലും അടിക്കുന്നില്ല. എന്ത് ചെയ്യാനാ? മൂന്നാറിന്ന് വട്ടവട പോണ വഴി, വട്ടവടക്കുള്ള എൻട്രൻസിലാണുള്ളത്. അപ്പൊ ഈ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാലേ ഏകദേശം 5 കിലോമീറ്റർ നമ്മൾ കാടിന്റെ ഉള്ളിൽ യാത്രയാണ്. മൃഗങ്ങളൊക്കെ ഉള്ള, വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്. അപ്പൊ ആരും പുറത്തിറങ്ങാനൊന്നും പാടില്ല. നേരെ 5 കിലോമീറ്റർ കഴിയണ വരെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനോ അതിന് പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല. അപ്പൊ നമുക്ക് നേരെ പോയി നോക്കാം. അങ്ങനെ നമ്മൾ വട്ടവടക്കുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കയറി ഒരു 5 കിലോമീറ്റർ ഇതേമാതിരി കാടിൻ്റെ ഉള്ളിൽ കൂടെ, അങ്ങനെ ഫോറസ്റ്റ് ഉള്ളിൽ കൂടെ പോകണം കേട്ടോ. ഇവിടുന്ന് ഈ 5 കിലോമീറ്റർ കയറി അടുത്ത ചെക്ക് പോസ്റ്റ് വരെ പുറത്തേക്ക് ഇറങ്ങാനോ വണ്ടി സൈഡാക്കാനോ വണ്ടി നിർത്താനോ പാടില്ല. കാരണം മൃഗങ്ങൾ ഇറങ്ങി നടക്കുന്ന ടൈമും ഏരിയയും കൂടെ ആണിത്. അപ്പോൾ ഈ വഴി വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. നല്ല അടിപൊളി ഏരിയയാണ്. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. കാരണം ഇവിടെയൊക്കെ മൃഗങ്ങൾ ഇറങ്ങുന്ന ഏരിയ കൊണ്ടേ
ആനയും കാട്ടുപോത്ത് പുലിക്കാരട്ടി ഒക്കെ ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഭാഗത്ത് കൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കണേ. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വല്ല മൃഗങ്ങളെയും കാണാം. അപ്പൊ നമ്മ കൂടെ പോന്നോളൂ നിങ്ങള്. അവിടെ കാട്ടുപോത്തുണ്ട്. നമ്മൾ സൂമിങ് പവർ അത്രേ ഉള്ളൂ. ഇതിൽ കാണുന്ന രീതിയിലുള്ള കാണാം. ഓ ആനവണ്ടി ആനവണ്ടി ആനവണ്ടി. സൈഡാക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടോ? പോവോ? പോവാ 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 പോവാ. ഈ ഭാഗമാണെങ്കിൽ കുറച്ചും കൂടെ അടുപ്പിച്ചാൽ നമ്മളെ ഭാഗത്തേക്ക്. ഇതിന്റെ ഭാഗം കുറച്ചൊന്നും പോരും ഗ്യാപ്പുണ്ട്. ആ പോവാം. ഒരു മരം നോക്കി മുറിഞ്ഞിട്ട് അവിടെ കിടക്കണേ. അതിന്റെ കവിള അത് അവിടെ കാറ്റടിച്ച് മുറിഞ്ഞിട്ട് പിന്നെ മുറിച്ചിട്ടാണ്. നിങ്ങൾ ഞാൻ എന്തെങ്കിലും പറയാം ഇതിനെ അടിച്ചമർത്തില്ലേ. തെറ്റി ഞങ്ങൾ കണ്ടെത്തണം. അങ്ങനെ നമ്മൾ വട്ടവട എത്തിയപ്പോൾ ശേഷം ലൈറ്റൊക്കെ പോയിട്ടോ. അവിടെ കൃഷിത്തോട്ടങ്ങളൊക്കെ അങ്ങനെ കാണാൻ പറ്റും നമുക്ക്. അങ്ങനെ ഒരു ഹണി മ്യൂസിയം ഉണ്ട്. നമ്മൾ അവിടെ കയറി അവിടുത്തെ ചെറിയ കാഴ്ച. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ചാർജ് ഏകദേശം 50 രൂപയാണ് കേട്ടോ പെർ ഹെഡ് വരുന്നത്. ഫീമെയിൽ ബീസും ക്യൂൻ ബീ. ഈ ക്യൂൻ ബീക്ക് മറ്റു 2 ബീസിനെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലായിരിക്കും. ഈ മെയിൽ ബീസ് ഡ്രോൺ എന്നാണ് അറിയപ്പെടുന്നത്. തേനീച്ചക്കൂട്ടിലെ മടിയന്മാരെന്നാണ് മെയിൽ ബീസിനെ വിളിക്കുക. ഈ ഫീമെയിൽ ബീസ് കൊണ്ടുവരുന്ന ഹണിമത്ത് കുടിച്ചേർക്കലും ഈ റാണിയുമായിട്ട് വെയിറ്റ് ചെയ്യും. അതോടുകൂടി ചത്തുവാണ് മെയിൽ ബീസ്. ഫീമെയിൽ ബീസ് വർക്കർ ബീസ് ആണ്. അവരാണ് ഒരു കൂട് ഉണ്ടാക്കുന്നത്, ഹണി കൊണ്ടുവരുന്നത്, കൂടിനെ സംരക്ഷിക്കുന്നത്. റാണിനെ ഉണ്ടാക്കിയെടുക്കുന്നില്ല ഫീമെയിൽ ബീസ് തന്നെയാണ്. ഈ റാണിനെ എങ്ങനെയാണ് ഈ ഫീമെയിൽ ബീസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആദ്യമേ ഒരു സ്ട്രോങ് ഉള്ള ഒരു സെല്ല് നോക്കി സെലക്ട് ചെയ്യും. എന്നിട്ട് ഹണി, പോളൻ, അതിന്റെ കൂട്ടത്തിൽ അവർ ഈ 2 ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന ഒരു ദ്രാവകം റോയൽ ജെൽ എന്നാണ് പറയുക. ആ റോയൽ ജെൽ ആ ഒരു സെല്ലിൽ മാത്രം അവർ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പൊ സെല്ലിൽ ഓൾറെഡി ഒരു തേനീച്ചയുടെ മുട്ട വിരിഞ്ഞ ലാർവ ഉണ്ടാവും. ആ ലാർവ ഹണി, പോളൻ, റോയൽ ജെൽ എല്ലാം ഫീഡ് ചെയ്ത് ഒരു 16 ദിവസം ആകുമ്പോഴത്തേക്കും ഒരു സ്ട്രെങ്ത് ഉള്ള ക്യൂനിയായി മാറുന്നു. അതായത് ഒരു ദിവസം 2000 മുട്ടകളുടെ കപ്പാസിറ്റി ക്യൂൻബിക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ആ ഫീമെയിൽ ബീസ് തന്നെ ഇതിനെ നശിപ്പിച്ച് വീണ്ടും റോയൽ ജെൽ പ്രൊഡ്യൂസ് ചെയ്ത് വേറൊരു ക്യൂൻബിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ബിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2 മാസമാണ് മെയിലായാലും ഫീമെയിലായാലും. ഈ ക്യൂൻബി മാത്രം റോയൽ ജെൽ കഴിക്കുന്നതുകൊണ്ട് 5 വർഷം വരെ ജീവിച്ചിരിക്കും. ഈ റോയൽ ജെൽ നമ്മൾ 5 വർഷം നമ്മൾ കഴിക്കാവുന്നതാണ്. നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ആന്റി ഏജിനാണ്. വേറെ അസുഖങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. പിന്നെ ബീസ് നമ്മുടെ അടുത്തേക്ക് സൗണ്ട് കേൾക്കുന്നില്ലേ, ഒരു മോൾ സൗണ്ട്, അതിന്റെ ചിറകിന്റെ സൗണ്ടാണ്. 1 മിനിറ്റിന് 11,400 പ്രാവശ്യം ചിറക് കടിക്കും. അപ്പോഴാണ് സൗണ്ട് ഉണ്ടാകുന്നത്. പിന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് 2 ടൈപ്പ് ഡാൻസിങ് മെത്തേഡാണ്. അവരുടെ സറൗണ്ടിൽ തന്നെ തേനും പൂമ്പടിയൊക്കെ ഉണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഡാൻസ് വെച്ച് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കുറച്ച് ദൂരെയൊക്കെയാണ് ഇവർ ഫുഡ് ഉണ്ടെങ്കിൽ 8ന്റെ ആകൃതിയുള്ള ഡാൻസ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ മെയിൽ ബീസും ഫീമെയിൽ ബീസും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മെയിൽ ബീസ് നമ്മൾ കുത്തത്തില്ല, അവർക്ക് കുത്താൻ സ്റ്റിങ് ഇല്ല. ഫീമെയിൽ ബീസ് മാത്രമാണ് നമ്മളെ കുത്തുന്നത്. ഫീമെയിൽ ബീസ് നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ അവരെ ചത്തവും. കാരണം അവരുടെ സ്റ്റിങ് നമ്മുടെ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി ഫോഴ്സ് ചെയ്ത് അവർ എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള പോയിസൺ ഭാഗം പാർട്സ് ഒക്കെ പൊട്ടി ചത്തുവാണ് ചെയ്യുന്നത്. ഓക്കെ, എത്രയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ നമ്മളെ വട്ടവടയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഒന്ന് വണ്ടീന്റെ ഉള്ളിൽ തന്നെയാണ് ഞങ്ങൾ 3 ആളും കൂടി ഉറങ്ങാൻ പോണത് കേട്ടോ. അപ്പൊ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുക, നേരെ വണ്ടീനുള്ളിൽ ഉറങ്ങും. അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് വെച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇതിൽ ലാഭം കേട്ടോ. നമ്മളൊരു ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്രയാണ് എപ്പോഴും പോവാറ്. ഫുഡ് വണ്ടിയിൽ ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഒരു നേരം വെച്ചാണ്ട് 3 നേരം കഴിക്കുക. ഇത് ബെഡും കൂടി ആക്കിയിട്ട് നമുക്ക് ഇതിൽ കടന്നുറങ്ങാം. ചൂടാ
ഇവിടെ എത്തിയപ്പോൾ ഏകദേശം കുറച്ച് ലേറ്റായി പോയി. നേരെ ഏകദേശം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഫുൾ കാഴ്ചകളായിട്ടുണ്ടാവും. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും.